എനിക്ക് 10 വയസ്സുള്ള തൊട്ട് ജാനകിയമ്മയെ അറിയാം. ദാസേട്ടൻ്റെ കൂടെ പാടിയിരുന്ന സമയത്ത് ജാനകിയമ്മ, വാണിയമ്മ, ദാസേട്ടൻ, അതിൻ്റെ കൂടെ ഇവരുടെയൊക്കെ കൂടെ ഞാനും ഉണ്ട്. ജയൻ ചേട്ടനുണ്ട് ആ ഷോയിന്. കേരള ഗവൺമെൻറ് നടത്തിയ ഒരു സേവിങ് സ്കീമോ അങ്ങനത്തെ ഒരു ഷോ എല്ലാ ഡിസ്ട്രിക്റ്റും ഞങ്ങൾ പാടി. അപ്പോൾ ജാനകിയമ്മയുടെ കൂടി ഇവരെല്ലാ സ്റ്റേജിലും ഡിസ്ട്രിക്ട്സിലും ഞാനും ഉണ്ടായിരുന്നു പാടാൻ. അപ്പോൾ അന്ന് തൊട്ട് ജാനകിയമ്മയ്ക്ക് അറിയാം. പിന്നെ നമ്മൾ പാടാൻ തൊട്ട് ഞങ്ങൾ കൊച്ചിയിലായിരുന്നല്ലോ, അത് കഴിഞ്ഞ് പാടാൻ ഞങ്ങൾ ചെന്നൈയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കരിയറായിട്ട് ബിസിയായി. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ജാനകിയമ്മയായിട്ട് ഭയങ്കര അടുപ്പമായി. അത് ആക്ച്വലി ശ്വേത വഴിയാണെന്ന് തന്നെ പറയാം. കാരണം ജാനകിയമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഹൈദരാബാദിൽ വെറുതെ കാണാൻ വേണ്ടി പോയപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 4 പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട്, നീ പാടണം, എനിക്ക് പാടിത്തരണം എന്ന് പറഞ്ഞ് അത് കാരണം അങ്ങനെ അങ്ങ് അടുത്തു. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ പാട്ടിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ടതൊക്കെ ജാനകിയമ്മ ഈ 88 വയസ്സിലാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നടന്ന ഒരു 3 മാസം മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇന്ന ഇൻസ്ട്രുമെൻ്റ് എനിക്ക് അവിടെ വേണം, നിൻ്റെ വോയിസ് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ഏത് മിക്സിനെ പറ്റിയൊക്കെ അറിയാം. എന്നിട്ടാണ് കേട്ടോ അതൊക്കെ ഷീസ് അപ് ടു ഡേറ്റ്. എന്നിട്ട് ശ്വേത എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരുന്നല്ലോ. വളരെ 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 ഞാൻ കമ്പ്യൂട്ടറിൽ വരയ്ക്കും. ഞാൻ ആദ്യം ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം മുരളി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് കയറുമ്പോൾ അമ്മയുടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മുറി. അപ്പോൾ ഈ മറ്റേ ലിഫ്റ്റ് വെച്ച് ഉണ്ട്, ലിഫ്റ്റുള്ള വീടാണ്, കണ്ണാടി ലിഫ്റ്റാണ്. ഇങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ അമ്മ ഇങ്ങനെ ഇറങ്ങി വരണേ ആ ലിഫ്റ്റിൽ. ശരിക്കും ഈശോൻ്റെ ഇറങ്ങിയതല്ല, അതുപോലെ വെള്ള സാരി എടുത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ അയ്യോ, ഞാൻ അവിടെ നിന്ന് തന്നെ കരഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വന്ന് ഊട്ടി ചോറൊക്കെ തന്ന് ഭയങ്കര സ്നേഹക്കാരിയാണ്. അത് ആരാണെന്നൊന്നുമില്ല കേട്ടോ, നമ്മളിപ്പോൾ പാടുന്ന ആളതൊന്നുമല്ല, ആരാണെങ്കിലും വലിപ്പം ചെറുപ്പം ഇല്ലാതെ ഒരേപോലെ അമ്മയ്ക്ക് അറിയാം ആരെ സ്നേഹിക്കണമെന്ന്. അവരെ പിന്നെ അമ്മ കൈവിടില്ല. രോഗങ്ങളൊക്കെ തന്നെ അമ്മയെ അലട്ടിയിരുന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇപ്പം പല ആളുകളും വന്ന് സംസാരിച്ചപ്പോഴൊക്കെ അത് പറയുന്നത് ഷി വാസ് സിക്ക് ഫ്രം എ വെരി ലോങ് ടൈം. ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹാർട്ട് സ്റ്റെൻറ്റോ എന്തോ കുറേ വർഷം മുമ്പേ. പിന്നെ ഭയങ്കര സിവിയർ ആസ്മ പേഷ്യൻ്റാണ്. ഈ ആസ്മ വെച്ചിട്ടാണ് ഇത്രയും 4 ലൈനൊക്കെ ഒരുമിച്ച് പാടുന്നത്. അത് ഇവരൊക്കെ ഓരോ സ്പെഷ്യൽ ജന്മങ്ങളാണ്. ഒന്നും നമുക്ക് സംസാരിക്കാൻ തന്നെ നമ്മൾ ഇവരെ പറ്റിയൊന്നും സംസാരിച്ചതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ, കാരണം അതൊക്കെ അതിന് വേണ്ടി അയച്ച ആൾക്കാരാണ്. ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും അമ്മയുടെ മുഖമാണല്ലോ ഓർമ്മ വരെ. താരാട്ട് പാട്ടുകളിൽ അനശ്വരമാക്കിയ നിരവധി ഗാനങ്ങൾ മലയാളിയെ സംബന്ധിച്ച് അമ്മ പാടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ താരാട്ട് പാട്ടിൻ്റെ പറഞ്ഞപ്പോഴാണ് മലർക്കൊടി പോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? മലർക്കൊടി പോലെ എന്ന് പറഞ്ഞൊരു സലീൽ ചൗധരിയുടെ പാട്ടാണ്. അയ്യോ, അത് കേൾക്കണം. ഇപ്പോൾ നിങ്ങളത് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഓർമ്മ. ഞാൻ ബാബുക്ക ജാനകിയമ്മയുടെ നിൽക്കുമായിരുന്നു കാലത്തോട്ട്. ഇപ്പോൾ പറഞ്ഞപ്പോഴയ്യോ ആ പാട്ട് എന്തൊരു പാട്ടാന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ വെള്ളം കുടിക്കണം. നമ്മൾ ശരിക്കും വെള്ളം കുടിക്കും നിന്ന് പാടുമ്പോൾ. കേൾക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രയാസം പാടാൻ. അങ്ങനെ വെറൈറ്റികൾ പാടി വെച്ചേക്കണം. എന്തൊക്കെ വെറൈറ്റിയാണ്. ഇപ്പം സന്ധ്യയിൽ കൊടുത്തേക്കണ ആക്സെൻറ്റ്, ഓരോരോ കാര്യത്തിനും നമുക്ക് പഠിക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് അപ്ലൈ ചെയ്യണേ അടുത്ത ജനറേഷൻ. ഞാനൊക്കെ അതിന് കുറേ കടം എടുത്തിട്ടാണ് ഈ ഒരു പാട്ട് കിട്ടുമ്പോൾ ജാനകിയമ്മയും സുശീലമ്മയും എങ്ങനെയായിരിക്കും ഇത് പാടണേന്ന് മനസ്സിൽ വരും നമുക്ക്. ചില വാക്കുകൾ, എക്സ്പ്രഷൻസൊക്കെ, അതൊക്കെ ആണ് നമ്മൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളി അല്ലെങ്കിലും മലയാള പാട്ടുകൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അക്ഷരസ്ഫുടത ഉൾപ്പെടെ കൃത്യമായി പഠിച്ചിട്ടാണ് പാട്ട് പാടാറുള്ളത്. അത് അമ്മ തന്നെ ഏതോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണില്ല, അമ്മ തന്നെ ഏതോ ഒരു ലിറിക്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇത്തവണ വന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അത് അങ്ങനെ പിരിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു സലിതായുടെ അടുത്ത് തന്നെയാണ് തോന്നുന്നു, ഏതോ പാട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ അങ്ങനെയല്ല പിരിക്കേണ്ട വാക്ക്, അടുത്ത വാക്ക് വന്നിട്ട് വേണം പിരിക്കാമെന്ന് അദ്ദേഹത്തിന് അമ്മ പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പം അത്രയും എല്ലാ നല്ലോണം എഴുതും പാട്ട്. ഷീ റൈറ്റ്സ് ഇൻ ഹിന്ദി ലാംഗ്വേജിൽ എഴുതിയ പാട്ടാണ് ഇവൾക്ക് ഒന്ന് കൊടുത്ത് പാടാൻ. പിന്നെ കമ്പോസ് ചെയ്യും. ഒരു ഓൾറൗണ്ടർ. അതിൻ്റെ കൂടെ രസമായിട്ട് സംസാരിക്കും. ഒരു നെഗറ്റിവിറ്റി ഇല്ല, ഫുൾ പോസിറ്റീവായിട്ടൊരു നമ്മുടെ കൂടെ എഴുതാൻ നമുക്കിങ്ങനെ എനർജിയാണ് തിരിച്ച് പോകുമ്പോൾ. പാട്ടും സംസാരിച്ച് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ഒരുപാട് ടേക്ക് അവേ ആയിട്ടായിരിക്കും നമ്മൾ പോണത്.
ഓഫ് കോഴ്സ് അങ്ങനെ അങ്ങനെ എന്തൊക്കെ പറയാം അതിന്. അമ്മയ്ക്ക് കൊടുക്കാവുന്ന പേരുകൾ ഡിവൈൻ സിംഗർ, എക്സ്പ്രഷൻസ്, അങ്ങനെ എത്ര പേരുകൾ കൊടുക്കാമല്ലേ. ഷിസുവിനെ സംബന്ധിച്ചും അമ്മയ്ക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയൊരു നഗരമായിരുന്നു. 2017 പാട്ട് പാടുന്നത് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച ആ ഒരു പ്രഖ്യാപനം നടത്തിയ ഇവിടെ വെച്ചായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് കാരണം ഇവിടെ അമ്മയുടെ കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർ മുരളിയുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ മുരളി പോയതിന് ശേഷം പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞോടെ വന്നപ്പോൾ അവർ ഓരോ ആൾക്കാരും മാറി മാറി 2-3 പേര് അമ്മയടുത്ത് വന്നിങ്ങനെ എവറി 10 മിനിറ്റ്സ് ഇങ്ങനെ ഓരോന്ന് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ വാസ് വെരി എന്താ പറയുക, അവരുടെ അടുത്ത് ഭയങ്കര ഫ്രീ ആയിരുന്നു. അപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ ഈ സ്നേഹം ഇല്ലെങ്കിൽ അമ്മ നിൽക്കും അവിടെ. എനിക്കിവിടെ തന്നെ, ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ ചിത്ര ഞാൻ കാലത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചിത്ര ചിലപ്പോൾ ഞാൻ അടുത്ത മാസം വരാൻ നിൻ്റെ അടുത്ത്, എനിക്ക് അങ്ങനെ എവിടെയും പോകണമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ചിത്ര പറഞ്ഞു ഒന്ന് ഒരു അമ്മ ഒരു ചേഞ്ച് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതന്നെ സംഗീതം, ഞാനതാ നേരത്തെ പറഞ്ഞത്. എന്താ പറഞ്ഞത്, സംഗീതം പഠിച്ചിട്ടൊന്നും ഉണ്ടായ സിംഗറല്ല. മോളൊന്ന് വിട്ടേക്ക്, ദിസ് ഈസ് യുവർ എന്നാ പറഞ്ഞ ലൈഫ്, ഇതാണ് നിനക്ക് വിധിച്ചിട്ടുള്ളത്, പോയി പാടിയിട്ട് വാ, ആൾക്കാരെ സുഖിപ്പിച്ചിട്ട് വാന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അയച്ചേക്കാണ്. അത് വന്നു. അമ്മ പാട്ടിനൊപ്പം തന്നെ ഒരുപാട് പേർക്ക് സാന്ത്വനവും തണലും എല്ലാം, പ്രചോദനം, എത്ര പേർക്ക്, എത്ര പുതിയ സിംഗേഴ്സിന് എത്ര പ്രചോദനം തന്നേക്കാണ്, ഒക്കെ തന്നിട്ട് അമ്മ പോയി. ഞാനിതാ ഇപ്പോൾ എൻ്റെ കുഞ്ഞുമോള് വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ കാലത്ത് ഇങ്ങോട്ട് വന്നില്ല, അപ്പോൾ തിരിച്ചു പോകണം. അതെ അവിടെ വീട്ടിൽ ആരും ഇല്ല. ശ്വേത അവിടെ അല്ലേ, വെളിയിലല്ലേ. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം, മെസ്സേജ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. പക്ഷെ കുറേ വീഡിയോ, ഈ അമ്മ പഠിപ്പിക്കണൊക്കെ വീഡിയോ ഉണ്ട്. അത് ഏറ്റവും വലിയ സ്വത്താണ് ഇനി ഞങ്ങൾക്ക്.